ബേസിലേട്ടനെ പറ്റി ഈ തിരേന്റെ ലൊക്കേഷനിൽ ഒരു കഥ പറഞ്ഞു. ഏത് ഫോട്ടോ ശോഭന മാമിന്റെ കൂടെ വിനീതേട്ടനുണ്ടോ അതിലൊക്കെ ഉണ്ടാവും ബേസിലേട്ടൻ. അന്നത്തെ ക്ലാപ്പ് എങ്ങനെയാ ഓർക്കണേ അന്ന്? അത് പിന്നെ ഗോതയിൽ നിങ്ങൾ ഒന്നിക്കുക. ബേസിൽ എനിക്ക് ഓർമ്മ എന്ന് വെച്ചാല് വിനീത് തിരയിൽ കുറച്ച് അസിസ്റ്റൻസ് തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗണേഷ് രാജ് ഇവന്റെ തട്ടത്തിന് മരത്തിന് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഗണേഷിന്റെ വിചാരം ഗണേഷ് ഭയങ്കര വിനീതിന്റെ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ ഗണേഷ് കുറച്ച് ആളുകളെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന രണ്ടാളുകളാണ്, ഒന്ന് അഭിനവ് സുന്ദർ നായിക്കും ഒന്ന് ബേസിലും. പക്ഷെ ഇവന്റെ വിചാരം ഇവൻ സ്വയം കരുതിയ ടൈറ്റിൽ എന്താണെന്നറിയോ? ചീഫ് ഓഫ് അസിസ്റ്റൻസ്. അതായത് 3 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഒന്ന് ബേസിൽ, അഭിനവ്, ഇവൻ. പക്ഷെ ഇവൻ അതിൻ്റെ ചീഫായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആയിരുന്നില്ല. ബേസിൽ പ്രിയംവദ കാതരയാണ് എന്ന് പറഞ്ഞ് ഷോർട്ട് ഫിലിം വിനീതിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിനീതും ഞാനും വിനീതിൻ്റെ ഫ്ലാറ്റിൽ ഇരുന്ന് ഇത് കാണുക. അപ്പോൾ വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇരാച്ചേട്ടാ ഇവൻ കൊള്ള, ഇവൻ ആള് ഉഷാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ചിരിച്ചിട്ടാണ് ആ ഷോർട്ട് ഫിലിം കണ്ടത്. പിന്നെ അങ്ങനെയാണ് ബേസിലിനെ ഇതിലെടുക്കുന്നത്. അപ്പോൾ ബേസിൽ ആക്ച്വലി ഇതിൻ്റെ ക്ലാപ്പായിരുന്നു. അപ്പോൾ അവൻ ആരും ബേസിക്കലി അസിസ്റ്റൻസ് ആകുമ്പോൾ ക്ലാപ്പ് എടുക്കുന്നത്, പക്ഷെ ക്ലാപ്പ് എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്ന് ബേസിലിന്റെ അന്നേ മനസ്സിലായി. കാരണം ക്ലാപ്പ് എടുക്കുന്നവനാണ് എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുക. അവൻ ഒറ്റ പടം ചെയ്താൽ മതി, ഒറ്റ പടം ചെയ്താൽ മതി. ഷോർട്ടൊക്കെ മാർക്ക് ചെയ്തതിന് ഷോർട്ട് നമ്പർ ഒക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. പിന്നെ അപ്പം ബാക്കിയുള്ള മണ്ടന്മാരൊക്കെ കോസ്റ്റ്യൂംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ആ ഫ്രണ്ട് ഏരിയയിൽ ഉണ്ടാവുമല്ലോ. ഇവനാണെങ്കിൽ ക്യാമറാമാനുമായിട്ടും ഡയറക്ടറുമായിട്ടും എല്ലാവരായിട്ടും ഇവനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇവനാണ് റിപ്പോർട്ട് ഉണ്ടാക്കുക, ഇവനാണ് ഫസ്റ്റ് ഷോട്ട് മനസ്സിലാവുക. ബേസിൽ ആ ഒറ്റ പടം മതിയായിരുന്നു. അങ്ങനെ എഡിറ്റിംഗ് റിപ്പോർട്ടിൽ തയ്യാറാക്കിയ ഇവരായിരുന്നു. പിന്നെ ബേസിൽ നേരെ സ്വിച്ച് ചെയ്തു. ബേസിൽ ആ സമയത്ത് ഇൻഫോസിസിൽ വർക്ക് ചെയ്യായിരുന്നു. ബേസിൽ എനിക്ക് തോന്നുന്നു പിന്നെ കുഞ്ഞിരാമേണം ദീപ് ഇത് ചെയ്തു. എന്നിട്ട് അവരൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വിനീതിന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കേണ്ടായത് കുഞ്ഞിരാമേണം. അങ്ങനെ കുഞ്ഞിരാമേണം വിനീതും ധ്യാനം ചെയ്യാൻ തീരുമാനിച്ചത് ബേസിലിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു.